journalist must be a sensitive observer, sharp, instant, and 100% dedicated to his profession. മലപ്പുറം കരുവാരക്കുണ്ടിലെ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും റോഡിൽ നേർക്കുന്നത്. ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് വല്ല തമാശ പറയാൻ പറ്റിയ വിഷയം? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. നമ്മളൊക്കെ കൗതുകം കൊണ്ട ഒരു വാർത്തയായിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരാൾ കടുവയെ കണ്ടു. അപ്പൊ കടുവ ആക്രമിച്ചൊന്നും ഇല്ല, അതുകൊണ്ട് നിർത്തി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ചിത്രങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തു. ഭയങ്കരം തന്നെ. പക്ഷേ ആ കള്ളപ്രചരണമായിരുന്നു അതെന്ന് ഇന്നലെ വൈകിട്ടോടെ വ്യക്തമായി. അതിനകത്ത് 12 മിനിറ്റുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തുള്ളത്. അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇത് ഞാനത് പത്രത്തിൽ കൊടുക്കേണ്ടി വെച്ചു. അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ആരെ നിങ്ങൾ ചോദിച്ചത്? അതൊരു മനോരമയുടെ ഇവിടെ ഒരു ഏജന്റാണ്. പേരെന്താ? പേര് സുഹൈൽ എന്ന് പറയും. ആ ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു, നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ, ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അങ്ങനെയല്ലല്ലോ, നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല, നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ? എവിടെ? കടുവേണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചടക്കേക്കൊണ്ട് വനഭാഗങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്തില്ല. പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ലല്ലോ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. വളരെ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം ശ്രമങ്ങൾ ചെയ്യുമ്പോൾ അത് അറസ്റ്റിലേക്കും നിയമ നടപടികളിലേക്കും വഴിവെക്കും എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ ജെറിന് സംഭവിച്ചത്. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാൻ നോക്കാം അടുത്ത പണി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.